പോകുന്നത് നൈജീരിയയിലുള്ള ഒരു ലെബനീസ് ഷോപ്പിലേക്കാണ്. ഷോപ്പിൻ്റെ പേര് ക്വിക്ക് ബൈ എന്നാണ്. ഈ ബേക്കറി ഐറ്റംസ് ഒക്കെ കഴിക്കാനുള്ള ക്രേവിങ്സ് വരുമ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്കാണ് ആദ്യം വന്ന് നോക്കുന്നത്. ഇവിടെ വന്ന് കയറുമ്പോൾ തന്നെ നമ്മുടെ കണ്ണും മനസ്സും വയറും നിറയും. അത്രയ്ക്ക് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ. ഇവിടെ ഫസ്റ്റ് ടൈം വന്നപ്പോൾ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയൊരു സാധനമാണ് ഇവിടുത്തെ ഒരു മിൽക്ക് കേക്ക്. ആ ഒരു മിൽക്ക് കേക്കാണ് നമ്മളെ വീണ്ടും വീണ്ടും ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നത്. അപ്പം ഞാൻ വന്ന പാടെ ഇവിടുത്തെ ഫസ്റ്റ് റോ മുതൽ ലാസ്റ്റ് റോ വരെ ചുമ്മാ ഇങ്ങനെ നടന്നു പോകും. കാരണം ഇതൊക്കെ കാണുന്നത് നമുക്കൊരു സന്തോഷമാണ്. അതുപോലെ പുതിയ പുതിയ ഐറ്റംസ് നമുക്ക് നോക്കി വെക്കാം. എന്തെങ്കിലും വെറൈറ്റി ട്രൈ ചെയ്യുമ്പോൾ വാങ്ങിക്കാമല്ലോ. അതുപോലെ നാട്ടിലേക്ക് പോകുമ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനായിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കി വെക്കുകയായിരുന്നു. പിന്നെ നമ്മുടെ ഫേവറേറ്റ് സെക്ഷനായിട്ടുള്ള ജ്യൂസ് സെക്ഷനിലോട്ട് വന്നു. പിന്നെ ഞാൻ ഇവിടെ കണ്ടൊരു മിഠായിയാണ് കേട്ടോ, മിനി ബർഗർ. പൊതുവേ എനിക്ക് ബർഗർ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ ആ മിഠായി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഉപ്പിലിട്ടത്, കുക്കുംബർ, ക്യാരറ്റൊക്കെ ഉപ്പിലിട്ടത്, അച്ചാറിൻ്റെ സെക്ഷനൊക്കെ ആയിരുന്നു. ഇതൊക്കെ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് ആണ്. അപ്പോൾ നമ്മളിതൊന്നും വാങ്ങിച്ചില്ല. പിന്നെ ഇത് നമുക്ക് ലൈവായിട്ട് ജ്യൂസ് കിട്ടുന്ന സ്ഥലമാണ്. നമ്മളിത് ഇവിടെ നിന്ന് ഈ ഒരു പാക്കഡ് ആയിട്ടുള്ള ജ്യൂസിനകത്ത് നിന്ന് ഈ അവക്കാഡോൻ്റെ ഈ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലതായിരുന്നു. അത്യാവശ്യമല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഹെൽത്തി ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ അവക്കാഡോ നമ്മളെടുത്തു. പിന്നെ ഇത് നല്ല ഫ്രഷ് ഓറഞ്ച് ജ്യൂസാണ്. അതുപോലെ സ്ട്രോബെറി എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മെയിൻ സെക്ഷനായിട്ടുള്ള പേസ്ട്രി സെക്ഷനിലോട്ട് വന്നു. എല്ലാം എനിക്ക് ഒരുമിച്ച് വാങ്ങിക്കണമെന്നുണ്ട്. പക്ഷേ അതിനകത്ത് നിന്ന് നമ്മൾ മെയിനായിട്ട് നമ്മൾ വാങ്ങിക്കാൻ വന്നത് മിൽക്ക് കേക്കാണ്. അപ്പോൾ അത് അങ്ങോട്ടേക്ക് പോവുകയാണേ. അപ്പോൾ നമ്മൾ സ്ട്രോബെറി, കഴിഞ്ഞ പ്രാവശ്യം വാനില മിൽക്ക് കേക്കായിരുന്നു മേടിച്ചത്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം അതിൻ്റെ സ്ട്രോബെറിയാണ് എടുത്തത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ കുറച്ച് മുട്ടായി സെക്ഷനിലേക്ക് നോക്കി നമ്മളതിൻ്റെ ബില്ലും ചെയ്ത് തിരിച്ചു പോരുന്നു. അപ്പോൾ ഷോപ്പിംഗ് തുടങ്ങിയത് ഞാൻ ആദ്യം ചെയ്തത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ആ ബർഗർ മിഠായി ഉണ്ടല്ലോ, അതെങ്ങനെയാണെന്ന് നോക്കുമായിരുന്നു. ഈ പാക്കേജൊക്കെ അടിപൊളിയാണ്. പക്ഷേ അതിനകം കഴിച്ച് നോക്കിയപ്പോൾ ഒരു രസമില്ലായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.